ഈ ഗോവിന്ദ മാഷൊക്കെ ഇപ്പോ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറയുന്നത് പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന് ആകെ പറഞ്ഞ ആള് പിന്നെ ഗോവിന്ദ മാഷാണ്. പലപ്പോഴായി ഗോവിന്ദ മാഷിന്റെ ന്യായീകരണങ്ങളൊക്കെ മാഷ് ഇപ്പോ ഒരു കോമഡി മാഷായി മാറുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തെ ഗുണദോഷിക്കുന്നത് നല്ലതാണെന്ന് കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതോടൊപ്പം സൂചിപ്പിക്കാനായിട്ടുള്ളത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസിന് ഒരു വലിയ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. മത്സരിച്ച 85% സീറ്റുകളിലും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വിജയിച്ചു. കടുത്ത ഇടതുപക്ഷ കോട്ടകൾ മുഴുവൻ തകർന്നു വീണതും അല്ലെങ്കിൽ തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിച്ചതും കോൺഗ്രസിന് ജയം നേടിയെടുക്കാൻ സാധിച്ചതും അത് യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ UDYFന്റെയും ഒക്കെ നേതാക്കന്മാർ മത്സരിച്ച സീറ്റുകളിലാണ്. ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അതോടൊപ്പം വൈസ് പ്രസിഡന്റുമാരെ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 15ഓളം പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളും പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന 15ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളും അതോടൊപ്പം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളും അസംബ്ലി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടി, ഒരു സന്തോഷകരമായ സാഹചര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിച്ച ചെറുപ്പക്കാർ വിജയിച്ചു എന്ന് മാത്രമല്ല പ്രാദേശികമായ സർക്കാരുകൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഒരു അവസരം കൂടി 15-20ഓളം വരുന്ന പഞ്ചായത്തുകളിൽ ഇന്ന് ഇതിനോടകം തന്നെ പൂർത്തിയായി. ചിലയിടങ്ങളിൽ രണ്ടാമത്തെ ടൈമിലാണ്, ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ രണ്ടാമത്തെ ടൈമിലാണ്. തിരുവനന്തപുരത്ത് നാവായിക്കുളം പഞ്ചായത്തിൽ AJ ജിഹാദ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഇന്ന് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കടന്നു വരികയാണ്. പത്തനംതിട്ടയിൽ പന്തളം ബ്ലോക്ക് പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജു MJ പത്തനംതിട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാവുകയാണ്. ഷംല നൌഷാദ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ മുൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ടിജിൻ ജോസഫ് പ്രസിഡന്റാവുകയാണ്. വെഴുവേലി പഞ്ചായത്തിൽ നെജോ വെഴുവേലി യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റാണ്, അദ്ദേഹം പ്രസിഡന്റായി കടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ പിന്നെ പുലിയൂർ പഞ്ചായത്തിൽ മിഥുൻ മയൂരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റാകുന്നു. രാഹുൽ SK അരുവിക്കര ആര്യനാട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാകുന്നു. സോയിമൻ സണ്ണി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി കടന്നു വരികയാണ്. മാളയിൽ പൊയ്യ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്. അജയ് ബോസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കോഴിക്കോട് ചോവയൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാകുന്നു. പാമ്പാക്കുടയിൽ എറണാകുളം ജില്ലയിലെ പാമ്പാക്കുടയിൽ വൈസ് പ്രസിഡന്റായി ആശിഷ് മാങ്കൂട്ടത്തിലും. അങ്ങനെ നിരവധിയായ ചെറുപ്പക്കാരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മത്സരിച്ച് ജയിച്ച ചെറുപ്പക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ കൂടി ഭരണാധികാരിയാകുന്ന ഒരു സന്തോഷം കൂടി പങ്കുവെക്കാനായിട്ടുണ്ട്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾക്കുണ്ടായ ഈ ശക്തമായ വിജയത്തിൽ പകച്ചു നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്നുണ്ടാകുന്ന ഈ പ്രതികാര നടപടികളിൽ യൂത്ത് കോൺഗ്രസോ തളരില്ല എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ N സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ ഒരു ചിത്രം പങ്കുവച്ചതാണ് N സുബ്രഹ്മണ്യനെതിരെ കേസെടുക്കാനുള്ള ഈ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകമെങ്കിൽ വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കേരളത്തിന്റെ തെരുവുകളിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പമൊക്കെ നടത്തിയിട്ടുള്ള വിവിധ യാത്രകളുടെയും സഞ്ചാരങ്ങളുടെയും പിന്നെ കൂടിക്കാഴ്ചകളുടെയും എല്ലാം ചിത്രങ്ങൾ തെരുവുകളിലും സമൂഹ മാധ്യമങ്ങളിലും ഒട്ടേറെ ചിത്രങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവുകയാണ്. എത്ര കേസെടുത്താലും പ്രശ്നമില്ല, എത്ര കേസെടുത്താലും എത്ര ജയിലടക്കാൻ തീരുമാനിച്ചാലും കേരളത്തിലെ ജയിലുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞാലും ശരി, ഈ സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രചരണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടി അവസരം.